ഒരു മുസ്ലിം ജിന്നുമായി അഭിമുഖം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. കാരണം കാണുകയാണെങ്കിൽ വായിച്ചു നോക്കി, ഇൻട്രസ്റ്റിംഗ് ആണ്, ടൈം പാസ് വളരെ പെട്ടെന്ന് വായിച്ചു പോകും. നല്ല രസകരമായ ചില വിഷയങ്ങൾ മനസ്സിലാക്കാനുണ്ട്. കുറെ ഉണ്ട്, എനിക്കിപ്പോ ഒന്ന് എല്ലാം ഓർമ്മ വരുന്നില്ല. ഇരിക്കട്ടെ. അപ്പോ ഖരീൻ, ഓരോരുത്തർക്കും ഖരീൻ ഉണ്ടെന്നാണ്. ഖരീൻ നമ്മുടെ കൂടെയുള്ള ഒരു പിശാച്ച്. അതിൽ മുസ്തഫ ഇവരുടെ കൂടെ ഈ സംഭാഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ റൂമിൽ ഒരു തത്തമ്മയുടെ ഒരു സ്റ്റാച്യു, ഒരു രൂപം ഉണ്ടായിരുന്നു. അപ്പൊ മുസ്തഫ പറഞ്ഞു, ഷെയ്ഖ് മുഹമ്മദ് ഈസയുടെ അവർ പറഞ്ഞു, നിങ്ങൾ ആ സ്റ്റാച്യു അവിടെ വെക്കരുത്. തുറന്ന പിക്ചറുകൾ, മനുഷ്യന്റെ ഫോട്ടോ അല്ലെങ്കിൽ ജീവനുള്ള ഒരാളിന്റെ ഫോട്ടോ, ഒരു മൃഗത്തിന്റെ ഫോട്ടോ നിങ്ങൾ പ്രത്യക്ഷമായി വെച്ചാൽ അവൾ മുഴുവനും പിശാച്ചുകൾ കയറിയിരിക്കും. അപ്പൊ പറഞ്ഞു, ഞാൻ 2 പിശാച്ചുകളെ കാണുന്നുണ്ട്, ഞാനതിന്റെ തലയൊന്ന് പിഴുതെടുത്തോട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ അത് പിരിച്ചെടുത്തു. അങ്ങനെ അള്ളാഹുവിന്റെ അനുമതിയോടുകൂടെ അവർ പുറത്തുപോയിട്ടുണ്ട്. അവർ ഇതിന്റെ തലയിൽ കയറി ഇരിക്കുന്നുണ്ടായിരുന്നു 2 പിശാച്ചുക്കൾ. ഈ രൂപങ്ങൾ കുട്ടികളുടെ ടോയ്സിന് വിഷയമല്ല. അപ്പോ ഇയാൾ ചോദിച്ചു, അപ്പൊ എന്താ കുട്ടികളുടെ ടോയ്സിൽ പിശാച്ച് വരൂലേ? പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല, ആയിഷ ബീവിയുടെ ഹദീസില്ലേ, ആയിഷ ബീവിക്ക് ഒരുപാട് പാവകൾ ഉണ്ടായിരുന്നു, അവർ കളിക്കുമായിരുന്നു എന്നൊക്കെ. അങ്ങനെ പിശാച്ചുണ്ടെങ്കിൽ നബി തങ്ങൾ പറയൂലേ അത് ചെയ്യാൻ പാടില്ല? എന്തോ അറിയില്ല, കുട്ടികളുടെ ടോയ്സിൽ ഇത് വരുന്നില്ല. അല്ലാത്തതിലൊക്കെ രൂപങ്ങൾ, ഷേപ്പ് ചെയ്ത് വെക്കുന്ന രൂപങ്ങൾ, പിക്ചറുകൾ നമ്മൾ പ്രത്യക്ഷപ്പെടുത്തുന്നത് ശ്രദ്ധിക്കണം. ആൽബത്തിലാക്കി വെക്കാം, നമ്മൾ മൂടി വെക്കാം, പക്ഷെ തുറന്ന് ഡിസ്പ്ലേ ചെയ്ത് വെക്കരുത്. ഇപ്പൊ ഈ ചില ബെഡ്റൂമിലൊക്കെ ഭാര്യയും ഭർത്താവ് കല്യാണം കഴിഞ്ഞ ഉടനെ റൊമാൻറ്റിക്കിന്റെ പീരീഡ് ഉണ്ടല്ലോ, കല്യാണം കഴിഞ്ഞ തുടക്കത്തിൽ, അപ്പോഴുള്ള പല ഫോട്ടോകളുണ്ടാവും, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊക്കെ തോന്നുന്നത്. പിന്നെ അവർ അടിച്ചു പിരിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ആ ഒരു ഓർമ്മക്ക് അവർ എപ്പോഴും വെക്കും. പിന്നെ നമ്മൾ എങ്ങനെ തല്ലിയാലും നമ്മൾ ഇങ്ങനെയൊക്കെ തുടങ്ങിയ ആൾക്കാരാണ് കേട്ടോ എന്ന് അറിയാൻ വേണ്ടി ആയിരിക്കണം അത് ഡിസ്പ്ലേ ചെയ്ത് വെക്കും. ചെയ്യരുത്, പൂട്ടി വെക്കുക. അലമാരയെ വെച്ചോളൂ, എടുത്തു നോക്കിക്കോളൂ, ഒന്നും കുഴപ്പമില്ല. പക്ഷെ തുറന്നു വെക്കരുത്, പ്രത്യക്ഷമാക്കി വെച്ചു പോകരുത്. അവിടേക്ക് പിശാച്ച് കയറിയിരിക്കുന്നു. അതിന്റെയൊക്കെ ശല്യം നമുക്കുണ്ടാവും. നമ്മുടെ ഇബാദത്തിനെ ഇത് ബാധിക്കും, നമ്മുടെ ചിന്തയെ പിശാച്ച് ബാധിക്കും. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഹദീസിലൊക്കെ വന്ന വിഷയങ്ങളാണല്ലോ.